നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നുകുഴി വാർഡിലാണ്. നമ്മുടെ കൂടെയുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കാവ്യയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. ഇതൊരു UDFിൻ്റെ സിറ്റിംഗ് വാർഡാണ്. അപ്പം ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വരുവാണെങ്കിൽ എന്തൊക്കെ പുരോഗതികളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്? ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. ഇഷ്യൂസേ ഉള്ള കാര്യം പുറമേ നിന്ന് ഈ കുന്നുകുഴി വാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഭയങ്കര ഭംഗിയായി കുറേ ഫ്ലാറ്റുകൾ, വലിയ വലിയ വീടുകൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിനുള്ളിലോട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം ഒരുപാട് കോളനികൾ അടങ്ങുന്ന ഒരു വാർഡാണ്. പറയുമ്പോൾ നിയമസഭ AKG സെൻറ്റർ എന്നായിരിക്കും എല്ലാവരും പറയുന്നത്. പക്ഷേ അതല്ല, അതിനുള്ളിലോട്ട് കോളനിയുണ്ട്, RC കോളനിയുണ്ട്, ബണ്ട് കോളനിയുണ്ട്, ബാട്ടഹിൽ കോളനിയുണ്ട്. കോളനി എന്ന് പറയുമ്പോൾ മിക്സർ ഓഫ് പീപ്പിൾസ് എല്ലാവരും ഉണ്ട്. ഇപ്പം എന്താ പറയുക, സമൂഹത്തിൽ ഉയർന്നവർ താമസിക്കുന്നവരുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, പുറമ്പോക്ക് ഭൂമിയിൽ ജീവിക്കുന്നവരുണ്ട്, പട്ടയമില്ലാത്തവരുണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഡ്രെയിനേജ് ഒഴുകുന്ന രീതിയുണ്ട്. ഇപ്പോഴും പ്രത്യേകിച്ച് ബണ്ടെന്ന് പറയുന്ന അവിടെ ഇപ്പോഴും മഴ പെയ്ത വെള്ളപ്പൊക്കമാണ്. ആ വെള്ളത്തിൽ ആൾക്കാർ കിടക്കുന്നത്, കഴിക്കുന്നതൊക്കെ. അതിന് പറയാൻ വേണ്ടി ഒത്തിരി പ്രശ്നമുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ തെരുവുനായ. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതൊന്ന് പക്കാ ക്ലിയർ ആകുമ്പോഴത്തേക്ക് ഈ തെരുവുനായ ശല്യവും മാറും. കാര്യം ഇവിടെ ആർക്കും മോർണിംഗ് വാക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. എല്ലാവരും മ്യൂസിയത്താണ് ഓടുന്നത്. കാര്യം വീടിൻ്റെ ഫ്രണ്ടിൽ ആർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനെ പേടിച്ച് നമുക്ക് വീട്ടിൽ പോലും പട്ടിയെ വളർത്താൻ പേടിയാണ്. കാര്യം നമ്മൾ നല്ല രീതിയിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വളർത്തിയാലും ഈ തെരുവുനായ വന്ന് അതിനെ ഉപദ്രവിക്കുന്നവരെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഒരു പെറ്റ് ഡോഗിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ ഇവിടുത്തെ. പറയാനാണെങ്കിൽ ഒത്തിരി 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 പ്രശ്നങ്ങളുണ്ട്. ഒട്ടും വികസിതമല്ല കുന്നുകുഴി വാർഡ്. അപ്പം ജയിച്ചു കഴിഞ്ഞ് വന്നാൽ 100% ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും കൂടെ നിന്ന് പരിപാടി ചെയ്യുന്നത്. തീർച്ചയായും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ ഇവിടെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കറിയാം ഇവിടുത്തെ പൾസ് എന്താണെന്നുള്ളത്, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചിറങ്ങിയപ്പോഴാണ് ഓരോരുത്തരുടെ ഇഷ്യൂ പറയുന്നത്. ഒരു വീട്ടിലൊക്കെ നല്ലൊരു വീട്, 2-3 നില വീട്, ഞാനൊക്കെ അവിടെ നിന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ കയറുകയാണ്. അപ്പോൾ അവരെന്നെ നേരെ വീടിനകത്തേക്ക് വിളിക്കുകയാണ്. കിച്ചൺ സൈഡ് കാണിക്കുമ്പോൾ ഒരു കുന്ന് വീഴാറായി നിൽക്കുന്നത്. ഇത് വടേക്കാട് ജംഗ്ഷനിലാണ്. KVR 220, 18 ആ വീടുകളിൽ അത് ഭയങ്കര ഭീഷണിയായിട്ട് അവർക്ക് നിൽക്കുകയാണ്. അത് ഇവിടുത്തെ നിലവിലെ കൗൺസിലർക്ക് ഇടതും വലതും പരിചയ 2 കൗൺസിലേഴ്സും പറഞ്ഞപ്പോഴും ഫണ്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വാട്ടണിലോട്ട് പോവുകയാണെങ്കിൽ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നത്, പട്ടയമില്ലാത്ത ആൾക്കാരും, പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഡ്രെയിനേജ് പോകുന്നത്, ജോലിയില്ലാത്ത വീടെന്ന് പറയാൻ പറ്റത്തില്ല, പുരയില്ല, കാട്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ അങ്ങനെ. പിന്നെ ബണ്ടിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇതുപോലെ ബണ്ടിലെ വെള്ളം നിറഞ്ഞ് മതിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേറെ മതിൽ കെട്ടാത്ത സൈഡിൽ കൂടെ ഈ വെള്ളം പൊങ്ങി വന്ന് അവർ ഞാൻ ആ മഴയത്ത് ഇറങ്ങി. മുട്ടോളം വെള്ളമുണ്ട്, ഡ്രെയിനേജ് വെള്ളം കാണും, അതിൽ ഇഴജന്തുക്കൾ കാണും. എന്നാലും ഞാൻ ഉള്ളതുകൊണ്ട് പേടിച്ച്, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ഞാനും പേടിച്ച് തന്നെയാണ് അവിടെ പോയത്. ചെന്നപ്പോൾ എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ അവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ. ചെന്നപ്പോൾ ഒരു കുട്ടീനെ ആഹാരം കഴിക്കുക, ഈ വെള്ളത്തിൽ തന്നെ കട്ടിലൊക്കെ ഇട്ട് കഴിക്കുകയാണ്. അപ്പോൾ അത് ഒരു വളരെ വലിയൊരു പ്രശ്നമാണ്. പലരും ഭരിച്ചിട്ട് ഇതുവരെ മാറാത്തൊരു പ്രശ്നമുണ്ട് അവിടെ. എന്തായാലും അത് കേന്ദ്രത്തിൽ നിന്നൊരു ഫണ്ട് ഇടനിലക്കാരില്ലാതെ വന്നാൽ കൊണ്ട് മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്ത് ചെയ്താലും അത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് ഫണ്ടില്ല. അതൊക്കെ എനിക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാനാണ് കാവ്യ ഉദ്ദേശിക്കുന്നത്. അതിനാണ് വോട്ട് ചോദിക്കുന്നത്. ഒരു മാറ്റത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ജയിച്ചു വരട്ടെ.